നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അലാം ചതിച്ചു. തൃശൂരിലെ ജ്വല്ലറിയിലും പൂങ്കുന്നത്തെ ATMിലും കവർച്ചാശ്രമം നടത്തിയ കള്ളൻ കുടുങ്ങി. പ്രകൃതിവിരുദ്ധ ബന്ധത്തിന് വിസമ്മതിച്ചു. യുവാവിനെ കൊലപ്പെടുത്തി സമാനമായി 2 കൊല നടത്തിയ പ്രതി പിടിയിൽ. പറപ്പൂക്കര മുത്രത്തിക്കരയിൽ അച്ഛന് വെട്ടേറ്റ സംഭവത്തിൽ മകന്റെ പേരിൽ കൊലപാതക ശ്രമത്തിന് പുതുക്കാട് പോലീസ് കേസെടുത്ത് റിമാൻഡ് ചെയ്തു. ചാലക്കുടി അതിരപ്പിള്ളിയിൽ നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിലിടിച്ച് തീപിടിച്ച് കാറിനകത്തുണ്ടായിരുന്ന 8 പേർക്ക് പരിക്കേറ്റു. വരാക്കര കാളക്കല്ലിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ യുവാവ് മരിച്ചു. അളകപ്പനഗർ മണ്ഡലം 19-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി കുടുംബ സംഗമം നടത്തി. വാർത്തകൾ വിശദമായി. അലാം ചതിച്ചു. തൃശൂരിലെ ജ്വല്ലറിയിലും പൂങ്കുന്നത്തെ ATMിലും കവർച്ചാശ്രമം നടത്തിയ കള്ളൻ കുടുങ്ങി. തൃശൂരിലെ ജ്വല്ലറിയിലും പൂങ്കുന്നത്തെ ATMിലും കവർച്ചാശ്രമം നടത്തിയ പ്രതി പിടിയിൽ. പേരാമംഗലം സ്വദേശി ജിൻഡോയാണ് അറസ്റ്റിലായത്. തൃശൂർ കുരിയച്ചിറയിൽ ജ്വല്ലറിയിൽ കവർച്ചാശ്രമം നടത്തുന്നതിനിടെ അലാം മുഴങ്ങുകയായിരുന്നു. ജ്വല്ലറിയിൽ അലാം അടിച്ച ഉടൻ പോലീസ് എത്തിയതോടെ കള്ളന് പുറത്ത് കടക്കാനായില്ല. തൃശൂരിലെ അക്കരയെന്ന ജ്വല്ലറിയിലാണ് കവർച്ചാശ്രമം നടത്തിയത്. പൂങ്കുന്നത്ത് ATMിൽ കവർച്ചാശ്രമം നടത്തിയതും ജിൻഡോയാണെന്നും പോലീസ് പറഞ്ഞു. കോർപ്പറേഷൻ വൈദ്യുതി വിഭാഗം കരാർ ജീവനക്കാരനാണ് ജിൻഡോ. 4.5 ലക്ഷം രൂപയുടെ കടബാധ്യതയുണ്ടെന്നും അത് വീട്ടാനാണ് മോഷണം നടത്തിയതെന്നും പോലീസ് പറഞ്ഞു. പ്രകൃതിവിരുദ്ധ ബന്ധത്തിന് വിസമ്മതിച്ചു. യുവാവിനെ കൊലപ്പെടുത്തി സമാനമായ 2 കൊല നടത്തിയ പ്രതി പിടിയിൽ. കുന്നംകുളത്ത് യുവാവിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി പിടിയിൽ. പ്രകൃതിവിരുദ്ധ ബന്ധത്തിന് വിസമ്മതിച്ചതിനാലാണ് സെക്യൂരിറ്റി ജീവനക്കാരനായ സണ്ണി എന്ന 62-കാരൻ യുവാവിനെ കൊലപ്പെടുത്തിയത്. സമാനമായ രീതിയിൽ ഇയാൾ 2 പേരെ കൂടി കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ട് 6 വർഷങ്ങൾക്ക് മുൻപ് ജയിൽ മോചിതനാവുകയായിരുന്നു. വാടക ക്വാർട്ടേഴ്സിലാണ് മൃതദേഹം ഉണ്ടായിരുന്നത്. ഇന്നലെ വൈകുന്നേരം 5:30-യോടെയാണ് സംഭവം പുറംലോകമറിയുന്നത്. പറപ്പൂക്കര മുത്രത്തിക്കരയിൽ അച്ഛന് വെട്ടേറ്റ സംഭവത്തിൽ മകന്റെ പേരിൽ കൊലപാതക ശ്രമത്തിന് പുതുക്കാട് പോലീസ് കേസെടുത്ത് റിമാൻഡ് ചെയ്തു. മുത്രത്തിക്കര ശിവക്ഷേത്രത്തിന് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന മേക്കാടൻ വീട്ടിൽ 34 വയസ്സുള്ള വിഷ്ണുവിന്റെ പേരിലാണ് കേസ്. കഴുത്തിനും തലയിലും വെട്ടേറ്റ അച്ഛൻ ശിവൻ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. 40 ദിവസത്തോളമായി വീട്ടിൽ തനിച്ച് താമസിച്ച് ആഭിചാര ക്രിയകൾ നടത്തിവന്ന വിഷ്ണുവിനെ പോലീസ് തൃശൂർ മാനസികാരോഗ്യ കേന്ദ്രത്തിലെത്തിച്ച് പരിശോധന നടത്തി. എന്നാൽ ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങൾ ഇല്ല എന്നാണ് റിപ്പോർട്ട്. ഇയാളെ ഞായറാഴ്ച വൈകിട്ട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30-യോടെയായിരുന്നു സംഭവം. പഞ്ചായത്തിൽ സമർപ്പിക്കാൻ വീട്ടിൽ നിന്ന് ചില രേഖകൾ എടുക്കാൻ എത്തിയതായിരുന്നു ശിവൻ. ഭാര്യ ലതികയും ഒരു ബന്ധുവും കൂടെയുണ്ടായിരുന്നു. ഇവരെ വീടിനുള്ളിലേക്ക് കടക്കാൻ അനുവദിക്കാതിരുന്ന വിഷ്ണു ശിവനുമായി വഴക്കുണ്ടാക്കി. ഇതിനിടെ വിഷ്ണു വടിവാളുകൊണ്ട് അച്ഛനെ വെട്ടുകയായിരുന്നു. അമ്മയെയും വെട്ടാൻ ശ്രമിച്ചെങ്കിലും അവർ ഓടി രക്ഷപ്പെട്ടു. സംഭവത്തിന് ശേഷം കത്തിയുമായി വീടിന്റെ മച്ചിൽ ഇരിപ്പുറപ്പിച്ച വിഷ്ണു 5 മണിക്കൂറിന് ശേഷമാണ് പോലീസിന് കീഴടങ്ങിയത്. ചാലക്കുടി അതിരപ്പിള്ളിയിൽ നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിലിടിച്ച് തീപിടിച്ച് കാറിനകത്തുണ്ടായിരുന്ന 8 പേർക്ക് പരിക്കേറ്റു. മണ്ണുത്തി പോലീസ് സ്റ്റേഷനിലെ SI ജയേഷ് കുമാറും ബന്ധുക്കളും സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. ആരുടെയും നില ഗുരുതരമല്ല. ഞായർ വൈകിട്ട് 7 മണിയോടെ അതിരപ്പിള്ളിക്ക് സമീപം സിൽവർ സ്റ്റോം വാട്ടർ പാർക്കിന് മുന്നിൽ വച്ചായിരുന്നു അപകടം. തൃശൂർ സ്വദേശികളായ സംഘം 2 കാറുകളിലായാണ് അതിരപ്പിള്ളിയിലെത്തിയത്. തിരികെ വരുന്ന വഴി മുന്നിലുണ്ടായിരുന്ന മറ്റൊരു കാറിനെ മറികടക്കുന്നതിനിടെയാണ് ഡിവൈഡറിലിടിച്ചത്. തുടർന്ന് കാറിൽ നിന്നും പുക ഉയരുകയും ചെയ്തിരുന്നു. ഇതോടെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ കാറിനകത്തുണ്ടായിരുന്നവരെ പുറത്തിറക്കുകയും ചെയ്തു. അല്പസമയത്തിനു ശേഷമാണ് കാറിന് തീപിടിച്ചത്. സിൽവർ സ്റ്റോമിൽ നിന്നും ഫയർ എക്സ്റ്റൻഷൻ കൊണ്ടുവന്നാണ് പിന്നീട് തീയണച്ചത്.
അപകടത്തിൽ പരിക്കേറ്റ തൃശൂർ കോട്ടപ്പുറം കിഴുവീട്ടിൽ ജയേഷ് കുമാർ, ഭാര്യ അജിത കുമാരി, മകൾ കാജൽ, മണ്ണത്ത് കൃഷ്ണൻകുട്ടി ഭാര്യ കുമാരി, കൂർക്കഞ്ചേരി നെടുമ്പുഴ കോഴിപ്പിള്ളി വീട്ടിൽ രഘു മകൾ കൃതിക, പുറനാട്ടുകര മണ്ണത്ത് വീട്ടിൽ രമേശ്, ഭാര്യ വർഷ, മകൾ അലങ്കൃത എന്നിവരെ ചാലക്കുടി സെയിന്റ് ജെയിംസ് ആശുപത്രിയിലും കറുകുറ്റി അപ്പോളോ അറ്റ്ലക്സ് ആശുപത്രികളിലുമായി പ്രവേശിപ്പിച്ചിട്ടുണ്ട്. വരാക്കര കാളക്കല്ലിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ യുവാവ് മരിച്ചു. കാളക്കല്ല് പുളിഞ്ചോട് കണ്ണമ്പുള്ളി വിനോദിന്റെ മകൻ 23 വയസ്സുള്ള നവീനാണ് മരിച്ചത്. ശനിയാഴ്ച വൈകിട്ട് കാളക്കല്ലിൽ വെച്ച് നവീൻ ഓടിച്ചിരുന്ന ബൈക്ക് കാറിന്റെ പുറകിൽ ഇടിച്ചായിരുന്നു അപകടം. ഗുരുതരമായി പരിക്കേറ്റ നവീനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ചികിത്സയിലിരിക്കെ മരണം സംഭവിച്ചു. വരന്തരപ്പള്ളി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. സംസ്കാരം നടത്തി. അമ്മ ശാലിനി, സഹോദരി നവമി. അളകപ്പ് നഗർ മണ്ഡലം 19 വാർഡ് കോൺഗ്രസ് കമ്മിറ്റി കുടുംബ സംഗമം നടത്തി. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിന്റെ ഭാഗമായി 19 വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ കുടുംബ സംഗമത്തിൽ ലൂവിസ് മഞ്ഞളി അധ്യക്ഷനായി. ഡിസിസി ജനറൽ സെക്രട്ടറി ടി.എം. ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ. രാജേശ്വരി, നേതാക്കളായ ജെൻസൺ കണ്ണത്ത്, ജയൻ കൂവക്കാട്ടിൽ, സിജോ പുന്നക്കര, സി. മുരളി, ഫ്രിജോ കച്ചറയ്ക്കൽ, പി. രതീഷ്, ശ്രീദേവി കളരിക്കൽ, ഹേമലത, ബിജു എന്നിവർ പ്രസംഗിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 125 രൂപ കൂടി ഗ്രാമിന് 11,070 രൂപ, പവന് 88,560 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അലാം ചതിച്ചു. തൃശൂരിലെ ജ്വല്ലറിയിലും പൂങ്കുന്നത്തെ ATMിലും കവർച്ചാശ്രമം നടത്തിയ കള്ളൻ കുടുങ്ങി. പ്രകൃതിവിരുദ്ധ ബന്ധത്തിന് വിസമ്മതിച്ചു. യുവാവിനെ കൊലപ്പെടുത്തി സമാനമായി 2 കൊല നടത്തിയ പ്രതി പിടിയിൽ. പറപ്പുക്കര മുത്രത്തിക്കരയിൽ അച്ഛന് വെട്ടേറ്റ സംഭവത്തിൽ മകന്റെ പേരിൽ കൊലപാതക ശ്രമത്തിന് പുതുക്കാട് പോലീസ് കേസെടുത്ത് റിമാൻഡ് ചെയ്തു. ചാലക്കുടി അതിരപ്പിള്ളിയിൽ നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിലിടിച്ച് തീപിടിച്ച് കാറിനകത്തുണ്ടായിരുന്ന 8 പേർക്ക് പരിക്കേറ്റു. വരാക്കര കാളക്കല്ലിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ യുവാവ് മരിച്ചു. അളകപ്പ് നഗർ മണ്ഡലം 19 വാർഡ് കോൺഗ്രസ് കമ്മിറ്റി കുടുംബ സംഗമം നടത്തി. ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു. ഈ വാർത്തയുടെ പുനർസംപ്രേക്ഷണം വൈകിട്ട് 3-നും 4:30-നും 6:30-നും ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.